ഹലോ. ഞാനിപ്പോൾ കുറേ യൂട്യൂബിൽ വീഡിയോസൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്നറിയണ്ടേ? ഇത് ഗുരുവായൂരിലെ ആനപ്പന്തിയാണ് കാണുന്നത് കേട്ടോ. ഞങ്ങൾ ആനയെ ഒരുപാട് ഇഷ്ടമാണ്. ആനയുടെ ആ ചെവിയായിട്ടുള്ള നിൽപ്പും നെറ്റിപ്പട്ടൊക്കെ ഇട്ട് അമ്പലത്തിൽ എഴുന്നള്ളിക്കുന്നത് കാണാനൊക്കെ വലിയ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? ഞങ്ങൾക്ക് പക്ഷേ ഇപ്പോൾ ആന എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. കാരണം ആന എത്ര അപകടകാരിയാണെന്ന് ശരിക്കും പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ആദ്യം ഞങ്ങൾ കാണുന്നത്. കൊയിലാണ്ടി മണക്കുളങ്ങര എന്ന് പറഞ്ഞ അമ്പലത്തിൽ ഞങ്ങളുടെ നാട്ടിലാണ്. അവിടെ നിങ്ങളൊക്കെ നോട്ട്സിൽ കേട്ടിട്ടുണ്ടാവും, 2 ആനകൾ തമ്മിൽ ഇടഞ്ഞ് അവിടെ മുറ്റത്തുള്ളൊരു ഓഫീസ് തകർത്തു, കുറേ പേർക്ക് പരിക്ക് പറ്റി. ഒരു 30ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. 3 പേരുടെ ജീവൻ നഷ്ടമായി. ഈ ഒരു സംഭവത്തോടെയാണ് കേരളത്തിൽ ഉത്സവങ്ങളിൽ ആനയുടെ എണ്ണം കുറച്ചത്. എൻ്റെ നാട്ടുകാരായ കുറേ പേർക്ക് പരിക്ക് പറ്റി. കൂട്ടത്തിൽ എൻ്റെ അമ്മയ്ക്കും നല്ലൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിനുശേഷം അമ്പലങ്ങളിൽ പോകാൻ പേടിയാണ് ഉത്സവ സമയത്ത്. ഈ ആന അപകടങ്ങൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട് എന്നല്ലാതെ നമ്മളെ നാട്ടിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഭാഗ്യം കൊണ്ട് അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി. അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ നല്ല പരിക്ക് തന്നെയാണ് പറ്റിയത്. പക്ഷേ ആർക്കും ജീവന് ഒരാപത്തില്ല. പക്ഷേ അവരിപ്പോഴൊന്നും പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥയിലല്ല ഉള്ളത്. എല്ലാവർക്കും നല്ല പരിക്കാണ് പറ്റിയത്. ഇതിൽ ഒരു മെറൂൺ കളറിട്ട് കിടക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. കുറേ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണണ്ടേ? ശാരീരികമായി മാത്രമല്ല, മാനസികമായി അമ്മ ഒരുപാട് തകർന്നു പോയി. അമ്മയുടെ കയ്യിൽ എല്ല് നല്ലൊരു പൊട്ടുണ്ട്. പിന്നെ കാലിന് ചെറിയൊരു ചതവുണ്ട്. 2 ഭാഗത്ത് ഇടുപ്പെല്ലിന് ചെറിയൊരു പൊട്ടുണ്ട്. ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചരിഞ്ഞ് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അമ്മ വളരെ ആക്റ്റീവായ ഒരാളായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. പിന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു താങ്ങായിരുന്നു, ഞങ്ങളൊരു നട്ടലായിരുന്നു അമ്മ. എൻ്റെ അമ്മയുൾപ്പെടെ പരിക്ക് പറ്റിയ എല്ലാവരും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, ബൈ.